കരൂർ ദുരന്തത്തിലെ CBI അന്വേഷണത്തിൽ പറഞ്ഞതിലുറച്ചു തന്നെ TVK അധ്യക്ഷൻ വിജയ്. ക്രമസമാധാന ചുമതല സംസ്ഥാനത്തെ പോലീസിന്റേതെന്ന് വിജയ്. അധികാരികളുമായി എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ടെന്നും CBIയോട് വിജയ് ആവർത്തിച്ചു. മൊഴികളിലെ വ്യക്തതയ്ക്കായാണ് വീണ്ടും വിളിച്ചു വരുത്തിയതെന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. പേരുടെ ജീവനെടുത്ത കരൂർ ദുരന്തത്തിൽ നേരത്തെ നൽകിയ മൊഴികൾ ആവർത്തിക്കുകയാണ് വിജയ്. ദുരന്തത്തിന് പിന്നിലെ വീഴ്ച തമിഴ്നാട് പോലീസിൻ്റേത്. അധികാരികളുമായി എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ടെന്നും CBIക്ക് വിജയ് വീണ്ടും മൊഴി നൽകി. നേരത്തെ നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തതയ്ക്കായാണ് വിജയിയെ വീണ്ടും വിളിപ്പിച്ചു വരുത്തിയതെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. വീണ്ടും മൊഴി നൽകേണ്ടി വന്നാൽ സംസ്ഥാനത്തെ CBI ഓഫീസിൽ ഹാജരാകാൻ അനുവദിക്കണമെന്ന് വിജയ് CBIയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. തെരഞ്ഞെടുപ്പ് കാലം ആയതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ പരിപാടികളുണ്ടെന്നും വിജയ് CBIയെ അറിയിച്ചു. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് 6 മണിക്കൂറോളമാണ് വിജയുടെ മൊഴി CBI രേഖപ്പെടുത്തിയത്. കേസിൽ ഇത് 3-ാം തവണയാണ് വിജയുടെ മൊഴി CBI രേഖപ്പെടുത്തുന്നത്. കേസിൽ DMK MLA സെന്തിൽ ബാലാജിയോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. TVKയെ NDAയിലെത്തിക്കാൻ CBI ദൂതനായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം DMK ഉന്നയിക്കുന്നുണ്ട്. TVK പാർട്ടി NDA മുന്നണിയിലേക്കെന്ന അഭ്യൂഹങ്ങളും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാണ്. അടുത്ത മാസം പകുതിയോടെ കരൂർ ദുരന്തത്തിൽ CBI കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് വിവരം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.